ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിന്ന് സംസാരിക്കാം. അറിവ് വെച്ചല്ല ഞാൻ പറയുന്നത്. അറിവ് വെച്ച് പറയാൻ എൻ്റെ മദറിലോ പറയുമായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു. അറിവ് കൊടുക്കണമെങ്കിൽ എനിക്ക് അതുപോലെ അറിവ് ഉണ്ടായിരിക്കണം. പക്ഷേ ഞാൻ അറിവ് വെച്ചല്ല, അനുഭവങ്ങൾ കൊണ്ട്, എൻ്റെ ഇത്രയും കാലത്തിനോടുള്ള ഇടയിലുള്ള അനുഭവങ്ങളും കൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യവും കണ്ടുവരുന്നതാണ് ഒരുപാട് മരണനിരക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പം പത്രങ്ങളിൽ കൂടെയും അല്ലാതെയും ഒക്കെ ഇപ്പം നമുക്ക് ഭയമാണ്. ഓരോ നിമിഷവും ആളുകൾ നമ്മുടെ കൂടിയിരിക്കുന്നവരും നമുക്കും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ ജാഗ്രത പാലിച്ചേ പറ്റത്തുള്ളൂ. അതിന് എന്തൊക്കെ പറ്റും എന്നുള്ള അതല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചെങ്കിലും ഒക്കെ ചെയ്തു പോവുക. ഈ വൈകിട്ടത്തെ ആഹാരം, വൈകിട്ടത്തെ ഉറക്കം, ഇതൊക്കെ നമ്മൾ ഒരുപാട് ലേറ്റ് ആകുന്നത് നമ്മളൊരു രോഗികളായിട്ട് തീരുകയാണ്. നമ്മൾ ഇപ്പം 10 മണിക്കൊക്കെ ആഹാരം കഴിക്കുന്നവർ ശരിക്കും ആ ഒരു ആഹാര രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ 7 മണിക്ക് ആഹാരം കഴിക്കുക, അത് ദഹിച്ചിട്ട് ഒരു 9:30-10 നമ്മൾ കിടക്കുക. ഈ ശീലം നമ്മുടെ ഇതിലോട്ട് കൊണ്ടുവരികയും നമ്മൾ രാവിലെ കുറച്ച് എക്സസൈസ്, രാവിലെയോ ഏതെങ്കിലും സമയമില്ലാത്തവർ ഏതെങ്കിലും ഒരു സമയത്ത്, വൈകിട്ട് ജിമ്മിലൊക്കെ പോകുന്ന ഒരുപാട് പേരുകളുണ്ട്. ഇപ്പം ജിമ്മൊക്കെ ഇഷ്ടം പോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതിലൊക്കെ പോയി കുറച്ച് വർക്കൗട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ കൈകളിൽ ഒരു സേഫായിട്ട് കുറേയൊക്കെ പറ്റും. ആഹാര രീതിയിൽ നമ്മൾ മാറ്റം വരുത്തിയേ പറ്റൂ. ഇപ്പം നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടുന്ന് തുടങ്ങുന്നോ അങ്ങ് അവസാനിക്കുന്നത് വരെയും തട്ടുകടകളും അവിടുത്തെ ആളുകളുടെ കാര്യം നിവൃത്തിയില്ല. ഇപ്പം വീട്ടിൽ ചെന്ന് ഈ പുറത്തിറങ്ങി വരുന്നവർ നിവൃത്തിയില്ല, അവർക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റും. പക്ഷെങ്കിൽ ആ കഴിക്കുന്നതിനൊരു ലിമിറ്റേഷന്. നമ്മളിപ്പം ഈ വറുത്ത സാധനങ്ങൾ കഴിക്കാതെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കരിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ കരിക്ക് വെള്ളം കുടിച്ചിട്ട് ആ കരിക്കും കൂടെ തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിശപ്പിനൊരു നിയന്ത്രണം ഉണ്ടാകും. പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് ഫ്രൂട്ട്സ് കടയുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഏത്തപ്പഴം അല്ലെങ്കിൽ കുറച്ച് ഓറഞ്ചൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്. അങ്ങനെയൊക്കെ ഫ്രൂട്ട്സുകൾ ഒക്കെ കഴിക്കുക. എന്തായാലും നമുക്ക് ഇട്ട ജീവനെ എന്തായാലും നമ്മൾ അതുവരെ ജീവിച്ചല്ലേ പറ്റൂ. പക്ഷെങ്കിൽ രോഗങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നതിൽ നല്ലത് നമ്മൾ എങ്ങനെയെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ട് കഴിവതും വൈകിട്ടത്തെ ആഹാരം നേരത്തെ ആക്കുകയും വൈകിട്ട് നേരത്തെ കിടക്കുകയും. ഇല്ലെങ്കിൽ അവർ രോഗികളായിട്ട്, അപ്പോൾ ആളുകൾ കുറേ പേര് പറയുന്നുണ്ട്, ഞാൻ വൈകിട്ട് എനിക്ക് 11-12 ഒക്കെ സമയമാകും, ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ഉച്ചയ്ക്ക് ഉറങ്ങുകയേ ചെയ്യരുത്. ഉച്ചയ്ക്ക് ഉറങ്ങുന്നവർ രോഗികളാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഒരുപാട് രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടി മരുന്നുകളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ 20 വർഷത്തിന് മുമ്പായിരുന്നു എനിക്ക് കുറേ അസുഖങ്ങൾ വന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 10-15 വർഷത്തോളം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല. ഞാൻ എപ്പോഴും ഇത് പറയുന്നതാണ്. ഞാനിത് വാചാലമാകുന്നതിൻ്റെ കാരണം ജാഗ്രത പാലിക്കേണ്ട വളരെ നിർണായക ഒരു ഘട്ടത്തിൽ കൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ഒരു നല്ല ഒരു കാര്യമായിട്ട് കരുതി നമ്മുടെ ആഹാര രീതിയിൽ മാറ്റമുണ്ടാക്കണം. അതിൽ കൂടെ നമ്മൾക്ക് ആരോഗ്യം തിരിച്ചു പിടിക്കണം. എക്സസൈസും ഒക്കെ ചെയ്ത് ഈ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മരണനിരക്കിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ ഒരു പരിധി വരെ സഹായിക്കും. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന്